കാരക്കാമുറി ഷൺമുഖൻ ബ്ലാക്ക് എന്ന് പറയുന്നൊരു സിനിമയിലെ മമ്മൂക്കയുടെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2004 ബ്ലാക്ക് റിലീസായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 22 വർഷമായി കാരക്കാമുറി ഷൺമുഖം വീണ്ടും എത്താൻ പോവാണ്. അതായത് ബ്ലാക്കിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന സിനിമ. ആ ഒരു സിനിമയിൽ കാരക്കാമുറി ഷൺമുഖൻ ഒരു ക്യാമിയോ കഥാപാത്രമായിട്ടാണ് വരണമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച്, ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ കുറച്ച് കഥകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 2004 എന്ന് പറയുമ്പോൾ അത് ശരിക്കും മമ്മൂക്കയുടെ നല്ലൊരു സമയമായിരുന്നു. കാരണം 2004 തുടക്കം നമ്മുടെ സേതുരാമയ്യർ CBI, അവിടെ നിന്നാണ് അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വേറൊരു ലെവലാണ്. അതായത് മമ്മൂക്കയുടെ ഏറ്റവും നല്ലൊരു കാലം, ഹിറ്റുകൾ കൊടുത്തൊരു കാലം ശരിക്കും ഇപ്പോഴും ഉണ്ട്. എന്നാൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സേതുരാമയ്യർ CBI ഉണ്ട്, കാഴ്ചയുണ്ട്, പിന്നെ ബ്ലാക്ക്, അത് കഴിഞ്ഞ് വേഷം, പിന്നെ അതായത് വേഷമായിരുന്നു 2004 അവസാനം ഇറങ്ങിയത്. പിന്നെ 2005 ആയപ്പോൾ രാപ്പകൽ, അതുപോലെ തന്നെ രാജമാണിക്യം, ബസ് കണ്ടക്ടർ, പിന്നെ വജ്രം, തസ്കര വീരൻ, ഇതൊന്നും അങ്ങനെ ഒന്നും ഫ്ലോപ്പ് ഒന്നുമല്ല. ചിലതൊക്കെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്, ചിലത് സൂപ്പർ ഹിറ്റ്സ് ആണ്, ചിലത് ഒരു ആവറേജ് ആവറേജ് ഹിറ്റ്സ് ആണ്. അങ്ങനെ ഒരു കുറേ വർഷം നമുക്കൊരു നല്ല കാലമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ തന്നെയാണ് ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം അന്ന് ഭയങ്കര ഹൈപ്പായിരുന്നു ആ ഒരു സിനിമയ്ക്ക്. കാരണം രഞ്ജിത്ത് മമ്മൂട്ടി കൂട്ടുകെട്ടുള്ള സിനിമ. അപ്പോൾ അതിനു മുമ്പ് രഞ്ജിത്തിൻ്റെ മിഴണ്ടിൽ എന്ന് പറഞ്ഞ സിനിമയാണ് രഞ്ജിത്ത് അതിന് മുമ്പ് ചെയ്തത് 2003. പിന്നെ നന്ദൻ. അപ്പോൾ രഞ്ജിത്ത് ഒന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളും കമേഴ്ഷ്യലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം രാവണപ്രഭു എന്നുള്ള സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായ ശേഷം പിന്നീട് അദ്ദേഹം വേറെ തരത്തിലുള്ള സിനിമകളാണ് ചെയ്തത്. അപ്പോൾ ബ്ലാക്കിന് ഒന്ന് ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് റഹ്മാൻ്റെ കംബാക്ക്. റഹ്മാനും ഒരു ബ്രേക്കിന് ശേഷമാണ്. അതിന് മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു സിനിമ സുരേഷ് ഗോപിയുടെ ഷാജുൽ കാരിയോട് ഡയറക്ട് ചെയ്ത 2000 റിലീസ്. ഡ്രീംസിന് ശേഷം പിന്നെ റഹ്മാൻ വേറെ മലയാള സിനിമയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ റഹ്മാൻ്റെ ഒരു തിരിച്ചുവരവാണ്. അപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അത് പൃഥ്വിരാജിനായിരുന്നു അന്ന് അദ്ദേഹം റോൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പൃഥ്വിരാജ് രഞ്ജിത്തിൻ്റെ സ്വന്തം ആളാണ്. രഞ്ജിത്തിൻ്റെ നന്ദൻ ടൂടെ വന്നു. പിന്നീട് രഞ്ജിത്ത് തിരക്കഥ എഴുതിയ രഞ്ജിത്തിൻ്റെ ശിഷ്യനായ പത്മകുമാർ ഡയറക്ടർ നമ്മൾക്കിടക്കുള്ള നായകനായി. അപ്പോൾ ഒരു പ്രിയപ്പെട്ട ഒരു നടനാണ് രഞ്ജിത്തിൻ്റെ. പക്ഷേ പൃഥ്വിരാജിന് അന്നൊരു ഡേറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ടാണ് പിന്നെ ഇവരൊന്ന് റഹ്മാനെ ആലോചിച്ചു, അങ്ങനെ റഹ്മാനെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ അലക്സ് പോളുടെ മ്യൂസിക്, നമുക്കറിയാം അമ്പലക്കര തെച്ചിക്കവൽ എന്നൊരു സോങ്. ആ സോങ്ങാണ് അന്ന് ആദ്യം റിലീസായിരുന്നത്. ഒരൊറ്റ സോങ്ങേ ആ ഒരു സിനിമയിലുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് കാസറ്റും ഈ DVD ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഓൾറെഡി വേറെ 1-2 സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സോങ് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെയാണ് ആ ഒരു തിയേറ്ററിൽ നല്ല ഇനീഷ്യൽ പുള്ളായിരുന്നു. പക്ഷെ ആ സിനിമ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല. കാരണം അത് നമുക്കറിയാം ഒരു ഉദ്ദേശിച്ച ഒരു സിനിമയൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആ ഒരു സിനിമ കുറച്ചൊരു ഇമോഷണലോ അല്ലെങ്കിൽ ആ ഒരു വേറൊരു തരത്തിലോട്ടൊക്കെ പോയി. പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫ്ലിക്ട്സ് ഉള്ള, അതായത് നമുക്കറിയാം അതിൽ ഡേവിഡ് പടവീടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പടവീടൻ വക്കീൽ എന്ന് പറഞ്ഞാൽ ലാലിൻ്റെ ഒരു ക്യാരക്ടർ, ഇപ്പുറത്ത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ. അപ്പോൾ ആ ഒരു സിനിമയൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടി അതിലൊരു പോലീസ് കോൺസ്റ്റബിളാണ്. പക്ഷേ വർഷത്തിൽ 2 തവണ യൂണിഫോം ഇടുള്ളൂ, ജനുവരി 26 ഓഗസ്റ്റ് 15. അതല്ലാതെ യൂണിഫോം ഇടില്ല. ഈ പറഞ്ഞ ഒരു ഗുണ്ടയാണ് ശരിക്കും. അതായത് അവിടുത്തെ പല ഗുണ്ടകളെയും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെയാണ് അതിൽ. അത്യാവശ്യം ദുശീലങ്ങളും തോന്നിവാസങ്ങളും എല്ലാം ഉണ്ട് കയ്യിൽ. പക്ഷേ മനസ്സിനുള്ളിൽ ഒരു നന്മയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രം ശരിക്കും മമ്മൂക്കയുടെ കുറച്ച് ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എടുത്തേനെ. നമുക്കറിയാം നമുക്ക് കുറച്ച് റൗഡി ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലാലേട്ടനും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മമ്മൂക്കയുടെ വേറൊരു സ്റ്റൈലാണ്. നമുക്ക് രണ്ടുപേരുടെയും സ്റ്റൈൽ ഇഷ്ടമാണ്. രണ്ടുപേരുടെ 2 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഈ ഒരു ക്യാരക്ടറാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ ഇത് ഇപ്രാവശ്യം രഞ്ജിത്ത്, നമുക്കറിയാം കുറേ ആയി രഞ്ജിത്ത് ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ട്. അവസാനം 2018 ഡ്രാമ എന്ന് പറഞ്ഞ സിനിമ രഞ്ജിത്ത് ഡയറക്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്തു. പയ്യപ്പനും കോശിയും, നായാട്ട്, കൊത്ത് എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. പ്രൊഡ്യൂസറാണ്, വേറെ ഒരു പ്രൊഡ്യൂസറുണ്ട് രഞ്ജിത്തിൻ്റെ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ നമുക്കറിയാം കുറച്ച് വിവാദങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. പിന്നെ അദ്ദേഹത്തിന് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടി അദ്ദേഹം തിരിച്ചു വന്നത്. ഇതിനിടയ്ക്ക് മനോരഥത്തിലെ ഒരു എപ്പിസോഡ്, നമ്മുടെ MTയുടെ കഥകളിലെ ഒരു സെഗ്മെൻറ്റ്, അത് മമ്മൂക്ക തന്നെയായിരുന്നു നായകൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം ആരു എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. ആ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് മമ്മൂക്കയാണ്. അതിലെ മമ്മൂട്ടി കമ്പനിയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. മഞ്ജു വാര്യരും ശ്യാം പ്രസാദും അഭിനയിച്ച അതിൽ മിക്സഡ് ഒപ്പീനിയൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തിരിച്ചുവരവ് കിട്ടി. അത് മമ്മൂക്ക തന്നെയാണ്. അപ്പോൾ മമ്മൂക്ക എന്നും അദ്ദേഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർക്ക് മമ്മൂക്ക എന്നൊരു വല്ലാത്തൊരു ബോണ്ടിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രാഞ്ചേട്ടൻ എന്ന് പറയുന്നൊരു സിനിമ, അതൊരു ഭയങ്കര ഒരു
എന്തായാലും മലയാള സിനിമയിലെ ഒരു വേറൊരു തരത്തിൽ കൊണ്ടെത്തിച്ച ഒരു സിനിമയാണ്. അത് ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടിയ സിനിമയാണ്. എനിക്ക് തോന്നുന്നു ക്രിട്ടിക്കൽ മാത്രമല്ല തിയേറ്ററിൽ നന്നായിട്ട് ഓടി. അന്ന് ഒരു 150-170 ദിവസം ഒക്കെ തൃശ്ശൂരും അങ്ങനെ 1-2 സെൻറ്റേഴ്സിലൊക്കെ ആ ഒരു സിനിമ കളക്ട് ചെയ്തു. മമ്മൂക്കയുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇന്ത്യൻ റുപ്പിക്ക് നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ എപ്പോഴും മമ്മൂക്ക അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടുണ്ട്. ബാബുട്ടിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത് എഴുതി GS വിജയൻ ഡയറക്ട് ചെയ്ത സിനിമ മമ്മൂക്കയാണ് അതിൽ അഭിനയിച്ചത്. അപ്പോൾ എപ്പോഴും ഒരു കൈത്താങ്കാണ്. അത് രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെ കമ്പയർ മോഹൻലാലിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും സിനിമകൾ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ മമ്മൂക്ക എന്ന് പറയുമ്പോൾ എനിക്കൊരു 2 വരിയിലൊക്കെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൺവിൻസ്ഡ് ആണ്, എനിക്ക് ഉടനെ ഒരു പടം ചെയ്യാൻ ഭയങ്കര ധൈര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീണ്ടും തിരിച്ചുവരവാണ് രഞ്ജിത്തിൻ്റെ. ഇതിൽ മറ്റൊരു പ്രത്യേകത എഴുതുന്നത് ഉദയകൃഷ്ണയാണ്. നമുക്കറിയാം ഉദയകൃഷ്ണൻ കുറച്ച് നാളുകളെ സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം നമുക്കറിയാം പുലിമുരുകനൊക്കെ പോലെയുള്ള സിനിമകളും ദിലീപിൻ്റെ കുറേ കോമഡി സിനിമകളൊക്കെ എഴുതിയിട്ടില്ല. അങ്ങനത്തെ ഒരു മസാല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു ഹിറ്റ് റൈറ്റർ തന്നെ CBK തോമസ് ഉദയകൃഷ്ണ. ഈ ഒരു കോംബോ ഭയങ്കര ഹിറ്റായിരുന്നു. അതിലിപ്പോൾ CBK തോമസ് ഇപ്പോൾ സജീവമല്ല, ഉദയകൃഷ്ണയാണ് പിന്നീട് എഴുതിയിട്ടില്ല. അദ്ദേഹം എനിക്കൊണ്ട് ലാസ്റ്റ് ക്രിസ്റ്റഫർ നായാട്ടൊന്നും ശേഷം അധികം സിനിമകൾ ചെയ്തിട്ടില്ല. കുറേ ട്രോളുകൾ അദ്ദേഹം എഴുതിയ അവസാനത്തെ സിനിമകളും അദ്ദേഹത്തിനെതിരെയൊക്കെ അറ്റാക്കുകൾ, സൈബർ അറ്റാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം രഞ്ജിത്തിന് വേണ്ടി എഴുതുന്നുണ്ട്. എനിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഉദയകൃഷ്ണൻ രഞ്ജിത്തിന് വേണ്ടി എഴുതുന്നത്. രഞ്ജിത്തും കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമകളെ സംവിധാനം ചെയ്ത സിനിമകളൊക്കെ അദ്ദേഹം തന്നെയാണ് എഴുതാറുള്ളത്. അദ്ദേഹം ബേസിക്കലി റൈറ്ററാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കുറച്ച് സിനിമകൾ ഇപ്പോൾ ഈ പറഞ്ഞ ആരും ഷോർട്ട് ഫിലിം ഉൾപ്പെടെ, ഈ പറഞ്ഞ ഇതിന് മുമ്പത്തെ ലീല എന്ന് പറയുന്ന ഒരു സിനിമ, ഇതൊക്കെ എഴുതിയതൊക്കെ വേറെ റൈറ്റേഴ്സൊക്കെയാണ്. ഇപ്പോൾ ലീല മറ്റേ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഉണ്ണിയാറിൻ്റെ കഥയാണ്, അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. ഈ പറഞ്ഞ ആരോ എഴുതിയത് VR സുധീഷിൻ്റെ കഥ VR സുധീഷ് തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പിന്നെ പണ്ട് എനിക്ക് തോന്നുന്നു കയ്യൂപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ വേറൊരു റൈറ്ററാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പൂർണ്ണമായിട്ടും ഒരു ഉദയകൃഷ്ണ. അവർ 2 പേരുടെ സിനിമകൾ 2 സ്വഭാവത്തിലുള്ളതാണ്. അവർ 2 പേരും ഒരുമിച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. എന്തായാലും ഞാനൊക്കെ കരയ്ക്കാമുറി ഷൺമുഖത്തിൻ്റെ വലിയ ഫാൻ ആയതുകൊണ്ട് ഞാൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ ബ്ലാക്ക് എന്നുള്ള സിനിമ അന്ന് അമൽ നീരദിൻ്റെ ആദ്യമായിട്ട് സ്വതന്ത്രനാവുന്ന, അത് മലയാളത്തിൽ ആണോ അതോ പുറത്തുണ്ടോ എന്ന് എനിക്കറിയാം. എന്തായാലും അമൽ നീരദിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ ഒരു സിനിമയാണ്. ബ്ലാക്കിൽ എനിക്ക് തോന്നുന്നു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന അൻവർ റഷീദാണ്. പിന്നീട് ആ അൻവർ റഷീദിനെയാണ് രാജമാണിക്യത്തിൽ മമ്മൂക്ക ഇൻഡിപെൻഡൻ്റ് ആക്കിയത്. ഒന്ന് രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്തിരുന്ന രാജമാണിക്യം അൻവർ റഷീദ്. അപ്പോൾ എന്തായാലും ഇതിൽ പറയാൻ മറന്ന മറ്റൊരു പേര്, ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് ചെയ്യുന്നത് പ്രകാശ് വർമ്മയാണ്. നമ്മുടെ തുടരുമിൽ ഞെട്ടിച്ച ജോർജ് സാറാണ് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നത്. സിദ്ദിഖും അതുപോലെ തന്നെ അഭിരാമിയും ഉണ്ട്. പിന്നെ കുറേ പുതുമുഖങ്ങൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ പുതിയതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ജോർജ് സാറിൻ്റെ ഈ പറഞ്ഞ പ്രകാശ് വർമ്മയുടെ ഒരു ക്യാരക്ടർ അവിടെ കരയ്ക്കാമുറി ഷൺമുഖനുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഗസ്റ്റ് റോളാണ് നമുക്കിടെ ക്യാരക്ടർ. അപ്പോൾ ഒരു ത്രൂ ഔട്ടൊന്നും ആയിരിക്കില്ല. നമുക്കത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഞാനതിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയും കരയ്ക്കാമുറി ഷൺമുഖത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.